ഏകദേശം ഒരു 10 മീറ്റർ ഉണ്ടാവും ഇതിൻ്റെ ഈ വേരുകൾ നിൽക്കുന്നതിൻ്റെ വീതി. ഹലോ, ഒന്ന് വളരെ പ്രസിദ്ധമായ ടീക്ക് മ്യൂസിയം ഉണ്ട് നിലമ്പൂർ, അത് കാണിക്കാനാണ് വന്നത്. നമ്മളെ നിലമ്പൂർ ഊട്ടി റോഡിലാണ് ശരിക്കും ഉള്ളത്. പലരോട് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഒന്ന് വിശദമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഉൾഭാഗത്തേക്ക് പോയിട്ട് വിശദമായിട്ടൊന്ന് കാണാം. ഗേറ്റും കൊണ്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇന്ന് വളരെ റഷ് കുറവാണ് ശരിക്കും. ഇവിടെയാണ് സെക്യൂരിറ്റി ഒക്കെ ഉള്ളത്. ഇവിടെയാണ് പിന്നെ ഞാൻ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ 50 രൂപ ടിക്കറ്റ്, പാർക്കിങ്ങിന് 40 രൂപ. തേക്ക് മ്യൂസിയത്തിലേക്കുള്ള സന്ദർശനം സമ്പന്നവും സമാനതകളില്ലാത്തതുമായ ഒരു അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. ഇത് പ്രകൃതി, സംസ്കാരം, ചരിത്രം എന്നിവ തമ്മിലുള്ള ആകർഷകമായ ഇടപെടലിൽ താല്പര്യമുള്ള ആർക്കും തീർച്ചയായും കാണേണ്ട ഒന്നാണ്. നിലമ്പൂരിലെ തേക്കിനോടുള്ള കേരളത്തിൻ്റെ ആഴമേറിയ ബന്ധം മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. തേക്കിൻ്റെ സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവും ആഘോഷിക്കുന്ന ഒരു സവിശേഷ സ്ഥലമാണിത്. തേക്ക് എന്ന പേര് തന്നെ മലയാള പദമായ തെക്കു എന്ന പദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. 1995 കേരള വന ഗവേഷണ സ്ഥാപനത്തിൻ്റെ ഉപകേന്ദ്രമായി സ്ഥാപിതമായ ഈ മ്യൂസിയം തേക്ക് കൃഷിയിലും വ്യാപാരത്തിലും പ്രദേശത്തിൻ്റെ മുൻനിര പങ്കിനുള്ള ആദരമായി നിലകൊള്ളുന്നു. ഇവിടെ ടീക്ക് മ്യൂസിയം ഉണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, മ്യൂസിയത്തിൻ്റെ കുറിച്ച്, തേക്കിനെ കുറിച്ച്, പിന്നെ ഇതിൻ്റെ ചരിത്രം, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്നത് 55 വർഷം പഴക്കമുള്ള ഒരു തേക്കിൻ്റെ വേരാണ് ഈ കാണുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. 55 വർഷം ഏകദേശം അതിൻ്റെ വേരാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. കാണുന്നത് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കി വെച്ചത് തേക്ക്. ഇത് ഒറിജിനൽ തേക്കുകളുടെ സൈസ്, പലതരത്തിലുള്ള സൈസിൻ്റെ മരക്കഷ്ണം ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചവരുണ്ട്. ഇത് ഒറിജിനൽ തേക്കാണ് നമ്മൾ ഈ കാണുന്നത്. ഒറിജിനൽ തേക്ക് ഫുൾ സൈസിലാണുള്ളത്. 4 മീറ്ററാണ് ടോട്ടൽ ഇതിൻ്റെ ഇത് കാണുന്നത്. ഇതിൻ്റെ ചരിത്രം സാക്ഷി എന്നുള്ളതിലാണ് വെച്ചത്. 1542 ശരിക്കും ഈ തേക്കുള്ളത്. അതിന് ശേഷമുള്ള ഓരോ ചരിത്രങ്ങൾ, അക്ബർ ചക്രവർത്തി ഇങ്ങനെ പോയതിന് ശേഷം 1975 വരെയുള്ള ചരിത്രം ഇതിന് സാക്ഷിയാണ് ഈ തേക്ക് എന്നാണ് അതിൽ കാണിക്കുന്നത്. ഇനി മുകളിലേക്ക് പോകാം. തേക്ക് കൊണ്ട് മാത്രമുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. 6 സൈഡ് ഗ്ലാസ് അൽമറ, മിറർ വിത്ത് ടീക്ക് വുഡ് ഫ്രെയിം, ആർട്ട് സൈഡ് ടേബിള്, കോർണർ സ്റ്റാൻഡ്, റേഡിയോ, പണ്ടത്തെ നമ്മളെ റേഡിയോ സ്റ്റാൻഡായി കാണിച്ചത്. തേക്കും തോട്ടങ്ങളുടെ ചരിത്രമാണ് ഇതൊക്കെ കാണിക്കുന്നത്. തേക്ക് തോട്ടത്തിലെ ഷഡ്പഥങ്ങൾ, പൂമ്പാറ്റ മുതൽ പലതരത്തിലെല്ലാം തേക്കും കാടുകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പലതരത്തിലുണ്ട്. എല്ലാം തേക്കിൻ്റെ വർത്തമാനം ഭാവിയും അന്നത്തെ കാലം മുതൽ ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ കാണാം. ഇന്നും തേക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയി കാണുന്നു. ഇത് രസമുള്ള ആർട്ട് വർക്കാണല്ലേ.
പുഴുക്കളെക്കുറിച്ചാണ്, തേക്കിനെ നശിപ്പിക്കുന്ന പല പുഴുക്കളെക്കുറിച്ച് ഡീറ്റെയിൽസ് അത് എഴുതിയത്. തേക്കിൻ്റെ വിത്താണ് അതിനെ വലുതാക്കി മാഗ്നിഫൈ ചെയ്ത് കാണിച്ചത്. സ്വാഭാവിക പുനരു ഉൽപാദനം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന അർത്ഥം കാടുകളിൽ. ഇതാണ് വിത്തൊക്കെ കാണിക്കുന്നത്, പലതരം വിത്താണ്. ഇതാണ് ശരിക്കും നമ്മുടെ ഇലൻ്റെ മേലാണ് ഉണ്ടാവുക, വേരുകളിൽ. ഇതൊക്കെ വിത്തുകളായി കാണുന്നത്. പരമ്പരാഗത വിളവെടുപ്പ് ഉപകരണങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്ക് വിളവെടുക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളാണ് അത് കാണുന്നത്. പിന്നെ ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഇതെല്ലാം തേക്കിലുണ്ടാക്കിയാണ് ഡെക്കറേറ്റീവ് ഐറ്റംസ്. അതൊക്കെ സാധാരണ നമ്മൾ കാണുന്നത്. തേക്കിൻ്റെ ഓരോ ഡാമേജുകളായി കാണിക്കുന്നതല്ലേ, ഇതൊക്കെ ഡാമേജായി കാണിക്കുന്നത് ഫുള്ളായിട്ട്. വൈകല്യങ്ങളും ന്യൂനതകളും ഇതല്ലേ, ഇതെല്ലാം നമ്മൾ തേക്ക് മോശമായിട്ട് അഭിപ്രായം ഉണ്ടാവും ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ളതൊക്കെ ഈ കാണുന്നതാണ് TF ബോർഡില്ലോ എന്ന് പറഞ്ഞത്. ഇവരുടെ കാലത്താണ് ഏകദേശം 7000-ലധികം ഹെക്ടർ തേക്ക് പിടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവരാണ് ശരിക്കും കുറ്റിയില്ലേ എന്ന് വെച്ചാൽ നമ്മൾ തേക്കിൻ്റെ കുറ്റി കൊണ്ട് എങ്ങനെ തേക്ക് ഉണ്ടാക്കാം, വിത്ത് ഉപയോഗിക്കാതെ കൊണ്ട് തേക്കും കുറ്റി കൊണ്ട് എങ്ങനെയാണ് തേക്ക് ഉണ്ടാക്കുന്നത് കണ്ടുപിടിച്ച മൂപ്പരാണ് ശരിക്കും. അത്ര ഇവിടെ ഇനി പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇനി താഴെ പോകുമ്പോൾ തേക്ക് പ്ലാന്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ചരിത്രമാണ് കാണിക്കുന്നത്. തേക്ക് മ്യൂസിയം കണ്ടതിന് ശേഷം പിന്നെ നമുക്കൊരു ഗാർഡൻ ഉണ്ട്, നല്ലൊരു ഗാർഡനാന്ന് പറയുന്നത്. ഒന്ന് പോയി കാണാം. പാർലറുകൾ, അല്ലറ ചില്ലറ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമായിട്ട് ഡെക്കറേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും ഇവിടുത്തെ ഗാർഡൻസൊക്കെ. ഇതൊരു ടീക്കിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയതാണ്, മരം തന്നെ ശരി ഡിസൈൻ. ഒരു ലേഡീൻ്റെ രൂപമായിട്ട് തോന്നുന്നുണ്ട് ഇത് കാണാൻ. വാച്ച് ടവർ അതെല്ലാം ഉണ്ട്, ഒക്കെ ഒന്ന് പോയി നോക്കാം. നല്ല രസമുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള, അവിടേക്ക് പോവാം. ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട് ആ സൈഡിൽ. ജൈവ വിഭവ ഉദ്യാനം, ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റും തോന്നുന്നു. നല്ല രസമല്ലേ നോക്ക്, ഫുള്ള് വള്ളികൾ, വേര് വള്ളികളെ കൊണ്ട് നിറഞ്ഞെടുക്കുക. നന്നായിട്ടുണ്ട്. ഇവിടെ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് അതിൻ്റെ അതുപോലുള്ള ചെടികളാണ്. ഓർക്കിഡിൻ്റെ പൂവിന്യാസം. രസമുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗാർഡൻ. എന്തായാലും ഓർക്കിഡ് ഹൗസാണ് ഇത്. ഓർക്കിഡിൻ്റെ മാത്രം, ഓർക്കിഡിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള എല്ലാ ഓർക്കിഡ് റിലേറ്റഡ് സാധനങ്ങളാണ് ഈ കാണുന്ന ചെടികൾ. രസമുണ്ട്.
ഒരു നാച്ചുറൽ കിണറാന്ന് തോന്നുന്നു. അപ്പോൾ നല്ല മീനൊക്കെ ഉണ്ട് ഇതിൽ കാണുന്നു. ബട്ടർഫ്ലൈ ഗാർഡനിലേക്കൊന്ന് പോയി നോക്കാം. ഇനി നെക്സ്റ്റ് എന്തൊക്കെയുള്ളത് നോക്കാമല്ലോ. ഒരു അമ്പൽക്കുളം ഉണ്ട് അത് അവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ഉണ്ട്, അങ്ങോട്ടേക്ക് കുറേ ഉണ്ട് കാണാൻ. മഴ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് എത്ര സക്സസ് ആവും എന്നറിയില്ല. എന്തായാലും അതിൽ ട്രൈ. അതുണ്ട് ഒരുപാട് പൂക്കൾ, നല്ല നല്ല ഗാർഡനിങ്, നല്ല ഒരുപാട് സ്റ്റാഫ് ഉണ്ട് അവിടെ ഗാർഡനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടേക്ക് അവിടെ അങ്ങോട്ട് പോയാൽ പിന്നെ ഫോറസ്റ്റാണ് വരുന്നത്. ഇതെന്താ സംഭവം? വ്യൂ പോയിന്റ് ആണോ? ഇത് ഇങ്ങനെ നൂലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്, പക്ഷികൾ വരാതിരിക്കാനാന്ന് തോന്നുന്നു. ഒരുപാട് നൂലിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോണ്ടിന്. എന്താ അസലൊരു മയിലിനെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. നല്ല റിസ്ക് ആയിരിക്കും ഇതിങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കാനൊക്കെ. ഒരുപാട് ഗാർഡനേഴ്സ് ഉണ്ട് ഇവിടെ. ഫേൺ ഹൗസ്. വാട്ട് ഈസ് ഫേൺ? കിണറ്റിലൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ, ഫേൺ എന്നാ പറയാ. എങ്ങനെ ഇത്? ആ സാധനം അത്. ആ അത് മാത്രം അത്. ആ അത് ശരി. അങ്ങനെ അപ്പൊ നിങ്ങള് വെറുതെ എക്സിബിറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? കാണിക്കുക. കിണറിൽ മെയിനായിട്ട് കിണറിൽ കുളത്തിലൊക്കെ ഉണ്ടാവും, പല ശേഖരിച്ചു വെച്ചല്ലേ. അതെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, ഈ കിണർ, കുളങ്ങൾ, അതിന്റെ സൈഡിലൊക്കെ ഉണ്ടാവുന്ന തരം ചെടികളാണ്. അതെ, മതിൽമേലൊക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നല്ലേ. ഇതൊക്കെ ഇത് കിണറിലുണ്ടാവുന്ന മരത്തുന്നുണ്ടാവും അല്ലേ? ഇത് മരത്തിനുണ്ടാവുന്നുണ്ടോ? ഇത് തെങ്ങോ മറ്റാന്ന് തോന്നുന്നു. തേങ്ങയാണ് കാണിക്കുന്നത്. തേങ്ങ ഇങ്ങനെ ഒട്ടി ഉണ്ടാവുന്ന. വേറെ ഒന്നും വേണ്ട അതിന് വളമൊന്നും. ഇതുണ്ട്. ഇതൊക്കെ ശരിക്കും രസമായിട്ടുണ്ട്. ഇതെല്ലാം അങ്ങനത്തെ സാധനങ്ങളാണ് കാണിക്കുന്നത്. ഫേൺ ഹൗസിൽ നിന്ന് നമ്മളിങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് സൈഡിൽ പോകണം. ഇവിടെ കണ്ടില്ലേ, ആ നേരത്തെ അവിടെ നിന്ന് കണ്ട മയിലിൻ്റെ ബാക്ക് സൈഡായി കാണുന്നത്. ഇത് മഴയത്ത് പോയി പോവില്ല? മഴ പെയ്താൽ, ഓവർ മഴ പെയ്താൽ പോവില്ല മണ്ണ്? പോവില്ല അല്ലേ? ആ ഇഷ്ടംപോലെ വെറൈറ്റി ചെടികളുണ്ട്. ഒരുപാട് നല്ല ഒരുപാടുണ്ട് സത്യത്തിൽ. ഇത് താമരയാണ് കേട്ടോ, ഈ കാണുന്നത് താമര. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മെഡിസിനൽ ഗാർഡനാ. ഇത് മെഡിസിൻ ഗാർഡനാ? ടാക്സോണോമിക് എന്താ അതിൻ്റെ മീനിങ്? ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടികളൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ ഫാമിലിയിൽ ഓരോ ചെടികൾക്ക് ഓരോ ഫാമിലി അതിനെ തരംതിരിച്ചിട്ട് അല്ലേ? നോക്കട്ടെ. എല്ലാ ചെടികളുടെയും തരംതിരിപ്പുണ്ട്, ഒരുവിധം ചെടികളൊക്കെ ഇല്ല. നമ്മൾ ഓരോ ചെടികളെയും നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ പ്ലാന്റ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഫാമിലി അനുസരിച്ച്. അതിൻ്റെ ലീവ്സിൻ്റെ ഇതാക്കിയിട്ടായിരിക്കും. ചിലപ്പോൾ ഫ്ലവേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ ലാറ്റക്സ് വെച്ചിട്ടൊക്കെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു 130 ഫാമിലീസ് ഇവിടെ ഉണ്ട്. അതിന് നമ്മൾ ഓരോ 2 എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിനും അല്ലേ? ഓക്കെ ഓക്കെ. ഇതെല്ലാം അതാണ് ഞാൻ കാണുന്നത്. ഓക്കെ. കാരണം കാണുമ്പോഴും മനസ്സിലാവാൻ കുറച്ച് പ്രയാസം. അതാ
ഇതാ ഫുള്ള് തന്നെ കാണുന്ന നേരത്തെ പറഞ്ഞ. ജസ്റ്റ് ഇങ്ങനെ നടന്ന് പോകുന്നേ ഉള്ളൂ, കാരണം നിർത്തി നിർത്തി കാണിക്കാൻ ഒരുപാട് ടൈം വേണ്ടി വരും. ഇത് ക്ലോസ്ഡാ? ബാംബു ഗാർഡൻ അല്ലേ? ഇത്രേ ഉള്ളൂ അല്ലേ? ആക്ച്വലി ഇത് ബാംബു ഗാർഡൻ ആണ്, പക്ഷെ അങ്ങോട്ടേക്ക് പെർമിഷൻ ഇപ്പം അവൈലബിൾ അല്ല. അടിപൊളി ഉണ്ട് അല്ലേ ബാംബുവിൻ്റെ ഒരു ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, കുറച്ചൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും, പോയി നോക്കാം. പിന്നെ അപ്പുറത്ത് ബാക്കിൽ ഹെർബൽ ഗാർഡൻ ഉണ്ട്, ജസ്റ്റ് എന്താ കാണാൻ പറ്റുമെന്ന് നോക്കാം. വ്യൂ പോയിന്റ് എന്നുള്ള സൂപ്പർ കാഴ്ചയായി കാണുന്നത്. ഒരു ഡ്രോൺ സ്റ്റൈലിൽ തോന്നുന്നില്ലേ? ഡ്രോൺ ഇവിടെ എടുക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു, കാരണം ശ്രമിക്കണം. വ്യൂ പോയിന്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നത് പാം ഗാർഡൻ്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തുള്ളത് ഹെർബൽ ഗാർഡൻ. ഹെർബൽ ഗാർഡൻ്റെ ബോർഡ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ നല്ല വീണൻ്റെ ഡിസൈനാണ്. ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂർ. ഹെർബൽ ഗാർഡൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാം ഗാർഡനാണ്. ഇത് നല്ല രസമായിട്ട് പാമ്പിൻ്റെ ഒരു പാം മാത്രമായിട്ട്. അപ്പം അതിൽ ഏറ്റവും വലിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ടീക്ക് മ്യൂസിയത്തിൽ ഇതാണ്. വിക്ടോറിയ ആമസോണിക്ക എന്ന് അതിൻ്റെ പേര്. ഇത് ആമസോണിൽ ഉണ്ടാവുന്ന ഒരു തരം ചെടിയാണ്. ഭയങ്കര ഇതുണ്ട്, ഒരു ഇലേൻ്റെ വലിപ്പം ഒരു 1.5 മീറ്റർ ഉണ്ടാവും വിടുത്തത് ഫുള്ളായിട്ട് അല്ലേ. അതിൻ്റെ ചെടി ഇങ്ങനെ ഉണ്ടാവുന്ന നല്ല രസമായിട്ടുണ്ട്. വിക്ടോറിയ ആമസോണിക്ക, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട് ഇവിടെ. എൻ്റെ ചെറിയ ചെടി ഉണ്ടാവുന്നതല്ല, അതാ ആ കാണുന്നതിൻ്റെ ചെറിയ പൂവുണ്ടാക്കി ഇതിങ്ങനെ ഇലയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല രസമായിട്ടുണ്ട്. പിള്ളേർക്കുള്ള നല്ല ചിൽഡ്രൻസ് പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടീക്ക് മ്യൂസിയം പിന്നെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്കും ഇത്രയേ ഉള്ളൂ കാണാൻ. ലാസ്റ്റ് ഏകദേശം കണ്ട് മുഴുവൻ കാണിച്ചതിന് ശേഷം ഇനി നമുക്ക് പോകാനുള്ളത് കനോലി പാർക്കുണ്ട്. കനോലി പ്ലോട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും അത് ഭയങ്കര ഫേമസ് ആണ് സംഭവം. അതിൽ നമ്മൾ ഏറ്റവും ഏഷ്യയിലെ അല്ലെങ്കിൽ വളരെ വർഷം പഴക്കമുള്ള ഏറ്റവും വലിയ തേക്ക് അവിടെ കാണാൻ പോയിട്ട് ഇനി നമുക്ക് നെക്സ്റ്റ് അവിടേക്ക് പോവാം. നമ്മൾ ടീക്ക് മ്യൂസിയത്തിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന വഴിക്കാണ് പിന്നെ അതുള്ളത് കൊണോലി എക്കോ ടൂറിസം സെൻറ്റർ. ഇതാണ് കനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇത് ജസ്റ്റ് ഉള്ളിലൊന്ന് പോയി നോക്കാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇത്ര 40 റുപ്യ 50 റുപ്യായിട്ടാണ് റേറ്റ്. ചാത്തുമേനോൻ HV കനോലി, ഇവരാണ് ഇതാണ് കൊണോലി പ്ലോട്ട് എന്ന് പറയുന്ന അവരെ പിക്ചർ അവിടെ വരച്ചു വെച്ചത്. ദേശം ഓൾഡസ്റ്റ് ടീക്ക് പ്ലാന്റേഷൻ ഇൻ ദ വേൾഡ് ആണ് ഈ കൊളോണി പ്ലോട്ട് എന്ന് പറഞ്ഞത്. കൊണോലി പ്ലോട്ട് ഈ കാണുന്നത് ഒരു വേറെ വഴിയുണ്ട്. ഇത് മറ്റേ ജങ്കാറുണ്ട് അക്കരയ്ക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ആ റൂട്ടാണിത്. പണ്ട് ഇവിടെ ഇതിൻ്റെ മില്ലുണ്ടായിരുന്നു, വലിയ മില്ല് കണ്ടില്ല. ഇതിൻ്റെ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ പവർ കൺട്രോൾ റൂം എന്നൊക്കെ എഴുതി വെച്ചു. ഇതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഏകദേശം വുഡ് മില്ലായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കാണാതാ വുഡ് മില്ലായിരുന്നു. ഇത് വർക്ക്ഷോപ്പ്. വലിയ ഹോളാണ്. ഇപ്പോൾ ഉപയോഗിക്കാതെ അങ്ങനെ ജസ്റ്റ് ഇപ്പം വുഡിൻ്റെ ഇതില്ലല്ലോ, സെയിൽസ് എല്ലാം കുറഞ്ഞു ഇല്ലേ, എല്ലാം ബാൻ ചെയ്തു ഫോറസ്റ്റിൽ നിന്ന് വെട്ടുന്നത്. അതിന് ശേഷം അതെല്ലാം ഇത് വിനീർ ഉണ്ടാക്കുന്ന മില്ലായി കാണുന്നത്. ബോർഡ് എഴുതിയിട്ടുണ്ട്. വലിയ സംഭവം ആയിരുന്നു പക്ഷേ ഒരു കാലത്ത്.
പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരുടെ കാലത്തായിരിക്കും ഇത് കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. ചാലിയാർ കുതിരപ്പുഴ സംഗമം എന്ന് എഴുതി വെച്ചത്. നാച്ചുറൽ ഈസ് എ ട്രഷർ. എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഹോളിഡേയ്സ് ഇല്ലാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല. ഇവിടെ കോഫി ഷോപ്പുണ്ട്, ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, എല്ലാം കാണുന്നുണ്ട്. പുഴൻ്റെ സൈഡാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഒരുപാട് ചെയറുകളെല്ലാം കാണുന്നുണ്ട്, പക്ഷേ ഇപ്പോഴത് ഉപയോഗിക്കാത്ത മട്ടിലാണുള്ളത് തോന്നുന്നത്. ഇതുണ്ട്, അത് ഫുള്ള് ടീക്ക് മരമാണ്, എല്ലാം തേക്കാന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് മനുഷ്യ നിർമ്മിതിയാണ് ആക്ച്വലി. ടീക്ക് പ്ലാന്റേഷൻ കാടാക്കി മാറ്റിയതാണ് തേക്കിൻ്റെ മാത്രമായിട്ട്. അതാണ് ചാലിയാർ സംഗമം നേരത്തെ എഴുതി വെച്ചില്ലേ, അത് അടിപൊളിയാണ്. ഇത് ജങ്കാർ ഏരിയയാണ്. അതാ ജങ്കാറിലേക്ക് പോകുന്നതാണ് ഈ ഏരിയ. പിന്നെ അക്കരെ പോയി കഴിഞ്ഞാലാണ് നമുക്ക്, അവിടെയാണുള്ളത് ഏകദേശം 6000-7000 ഹെക്ടർ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. തേക്ക് പ്ലാന്റേഷൻ മാത്രമായിട്ടുള്ള ഇതാണ് കനോലി പ്ലാന്റേഷൻ എന്നറിയപ്പെടുന്നത്, കനോലി പ്ലോട്ട്. അപ്പോൾ ഏകദേശം ഇത് എൻട്രൻസിൽ നിന്ന് ഇങ്ങനെ നടന്നു വരാൻ പറ്റുന്നു. ഏകദേശം 100 ഏക്കർ ഉണ്ടല്ലോ, ആ സൈഡ് കൂടെ ഇങ്ങനെ വേറൊരു വഴിയുണ്ട്. നിലമ്പൂർ ജങ്കാറുള്ളത് ആദ്യമായിട്ടാണ് അറിയുന്നത്. ഞാൻ അറിയില്ല, ബേപ്പൂർ ജങ്കാർ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സർപ്രൈസാണ് ശരിക്കും. കയറിലിങ്ങനെ പിടിക്കലോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്.
ഏറ്റവും വലിയ തേക്കുമരം നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ടോട്ടൽ 429 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. പിന്നെ ഹൈറ്റ് 49 മീറ്റർ. നമ്മളീ കാണുന്ന ചീനിയാണ്. ഒരു 10 മീറ്റർ ഉണ്ടാവും ഇതിൻ്റെ വേരുകൾ നിൽക്കുന്നതിൻ്റെ വീതി. ഇവിടെ പാലത്തിൻ്റെ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? തൂക്കുപാലല്ലേ? ഉണ്ടായിരുന്നോ? പിന്നെ ഒഴിവാക്കിയതാ? തന്നെ? ആ അതാ കാണുന്നല്ലേ? ഏതാ ഹൈറ്റില്? ഇതിന്റെ ഏറ്റവും മുകളിലുള്ള ഹൈറ്റ് എത്ര വന്നിട്ടുണ്ട് വെള്ളം അല്ലേ? അപ്പൊ ഫുള്ള് പറമ്പൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിന്റെ അവശിഷ്ടങ്ങളാണ്. അപ്പം നിലമ്പൂർ വന്നതിന് ശേഷം ടീക്ക് പ്ലാന്റേഷനും കണ്ട്, ഇപ്പം അതിന് ശേഷം കനോലി പ്ലോട്ട് വന്ന് കണ്ട്. അല്പം ദൂരമുണ്ട്, ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളത്. നിലമ്പൂർ അങ്ങാടി കഴിഞ്ഞതിന് ശേഷമാണുള്ളത് ടീക്ക് പ്ലാന്റേഷൻ, ഇത് ടീക്ക് മ്യൂസിയം. പിന്നെ അതിന് ശേഷം അവിടുന്ന് 7 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് ഇത് കനോലി പ്ലോട്ട്. സത്യത്തിൽ കനോലി പ്ലോട്ട് അങ്ങനെ കാര്യമായിട്ട് ഇപ്പോഴൊന്നുമില്ല. കാര്യമായിട്ട് കാണാം, ഒരു കാപ്പാട് കാടാണുള്ളത്. 100 ഏക്കറാണ് ഇത് ഈ പുഴേൻ്റെ ഇക്കരുള്ളത്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത ഭാഗങ്ങൾ ഈ കാണുന്നതൊക്കെ. പിന്നെ ജങ്കാറ് കടന്ന് അക്കരെ പോയി കഴിഞ്ഞാലാണ് ഏകദേശം 6000-7000 എന്ന് ചിലയിടത്ത് കാണുന്നുണ്ട്. 6000 ഏക്കർ ടീക്ക് പ്ലാന്റ് ചെയ്തതാണ്. ടീക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഈ കാട്ടിൻ്റെ പ്രത്യേകത. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ടീക്ക് പ്ലാന്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ.